നമസ്കാരം. ആദ്യമായി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബെസ്റ്റ് ഇന്ത്യൻ സർവൈവൽ ത്രില്ലിംഗ് മൂവിയെക്കുറിച്ചുള്ള റിവ്യൂ ആയിട്ടാണ്. ആദ്യം മുതൽ അവസാനം വരെ ഞെട്ടലോടെ കണ്ടിരിക്കേണ്ടി വരുന്ന ഒരു മൂവിയാണ് വെൽക്കം ഹോം. മാത്രവുമല്ല, ഇത് ഒരു ട്രൂ ഇൻസിഡൻറ്റിൻ്റെ ബേസിൽ പുഷ്കർ സുനിൽ മഹാബലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. നമ്മളെ കാണുന്നവരെ ആകാംക്ഷയുടെയും ഭയത്തിൻ്റെയും മുൾമുനയിൽ നിർത്തുന്ന വിധത്തിലുള്ളതാണ് അതിലെ ഓരോ രംഗങ്ങളും ചിത്രീകരിച്ചിട്ടുള്ളത്. ഇനി എന്താണ് എന്ന ചിന്ത കാണുന്ന പ്രേക്ഷകർക്കിടയിൽ എല്ലാവരുടെ ഉള്ളിലും കടന്നു വന്നുകൊണ്ടിരിക്കും. 2020 റിലീസായ വെൽക്കം ഹോം എന്ന ഈ ചിത്രം ഒരു സൈക്കോയുടെ കഥയല്ല പറയുന്നത്, മറിച്ച് ഒരു കുടുംബം മുഴുവൻ സൈക്കോ സ്വഭാവമുള്ളവർ ആയാലുള്ള സ്ഥിതിവിശേഷങ്ങളെക്കുറിച്ചാണ്. വളരെ ഭയപ്പെടുത്തുന്ന വിഷ്വലൈസേഷൻ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് ഇത് ഒരു 18 വയസ്സിന് താഴെയുള്ളവർ കാണാതെ ഇരിക്കുന്നതാണ് വളരെ ഉചിതം. മഹാരാഷ്ട്രയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് ഈ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രത്തിലെ പ്രധാന പശ്ചാത്തലമായി കടന്നു വരുന്നത്. ഉൾഗ്രാമ പ്രദേശത്തെ സ്കൂളിലെ അധ്യാപികമാരായ അനുജ, നേഹ എന്നിവർ അവരുടെ ജോലിക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് കടന്നു പോകുന്നുണ്ട്. സെൻസസ് കണക്കെടുപ്പിന്റെ ഭാഗമായി ഒറ്റപ്പെട്ട സ്ഥലത്തെ ആകെ കാണുന്ന ഒരു വീട്ടിലേക്ക് എത്തുന്നിടത്താണ് വെൽക്കം ഹോം എന്ന സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ തുടങ്ങുന്നത്. വിജനമായ പ്രദേശവും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ വീടും ആദ്യം തന്നെ നമ്മുടെ ഉള്ളിൽ ഭയപ്പാടോടുകൂടി ആഴ്ന്നിറങ്ങുന്നു. വാതിൽ തുറക്കുമ്പോൾ ആദ്യം കാണുന്ന പ്രേരണ എന്ന ഗർഭിണിയായ പെൺകുട്ടിയും അവളോടുള്ള ചോദ്യങ്ങൾക്ക് അവൾ നൽകിയ മറുപടിയുമാണ് നേഹയെയും അനുജയെയും സംശയത്തിന്റെ മുൻമുനയിൽ കൊണ്ടെത്തിക്കുന്നത്. നേഹയുടെയും അനുജയുടെയും ചോദ്യങ്ങൾക്ക് തങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കുറെ കരയും, പിന്നെ മരിക്കും എന്ന ഉത്തരത്തെ തുടർന്ന് അവർക്കിടയിലേക്ക് കടന്നു വരുന്ന വൃദ്ധയായ സ്ത്രീയുടെ മുഖവും ഭാവവും കണ്ട് പന്തികേട് തോന്നി ഭയത്തോടുകൂടി ഇറങ്ങി വരുന്ന നേഹയും അനുജയും മുറ്റത്ത് വെച്ച് അവിടെ കണ്ടുമുട്ടുന്ന ഭോലെ എന്ന പാചകക്കാരനും എല്ലാം ഗൂഢതകളാണ്. പേടിയോടെ രണ്ടുപേരും തിരികെ സ്കൂളിലേക്ക് എത്തിയെങ്കിലും പിന്നീട് വീണ്ടും അങ്ങോട്ട് പോകണമെന്ന ചിന്ത അനുജയ്ക്ക് തോന്നുകയാണ്. ആ പെൺകുട്ടി ആ വീട്ടിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്ന സംശയം നേഹയെ അറിയിച്ചപ്പോൾ തുടക്കത്തിൽ നേഹ വിസമ്മതിച്ചെങ്കിലും പിന്നീട് രണ്ടുപേരും അങ്ങോട്ട് ചെന്ന് അപകടം വിളിച്ചു വരുന്നതാണ് സിനിമയിലെ പ്രധാന ഗതി. പക്ഷേ രണ്ടാമത്തെ കടന്നുവരവിൽ ഘനശ്യാമെന്ന മധ്യവയസ്കനും അവിടെ നടക്കുന്നത് എല്ലാം അത്ര ശരിയായ കാര്യങ്ങളല്ലെന്ന തിരിച്ചറിവ് മൂലം തിരികെ പോകാൻ ശ്രമിക്കുന്ന നേഹയ്ക്കും അനുജയ്ക്കും പെട്ടെന്നുണ്ടാകുന്ന കനത്ത മഴ മൂലം സാധിക്കുന്നില്ല. എങ്ങനെയൊക്കെയോ ആ രാത്രി അവിടെ അവർക്ക് കഴിയേണ്ടി വരുന്നു എന്ന് വെച്ചാൽ അവർ ആ വീട്ടിൽ പെട്ടുപോകുന്നു എന്നർത്ഥം. പിന്നെ അവിടെ നിന്നും അവർ രക്ഷപ്പെടാൻ നോക്കുന്ന സംഭവങ്ങളാണ് നമ്മളെയൊക്കെ പേടിപ്പെടുത്തുന്ന അതിഭയാനകമായ ദൃശ്യങ്ങളാണ് ആ സിനിമയിൽ കടന്നു വരുന്നത്. മധ്യപ്രദേശിൽ ശരിക്കും നടന്ന ഏറ്റവും വലിയ ക്രൂരതയുടെ ദൃശ്യങ്ങളാണ് ആ സിനിമയിൽ പിന്നെ അരങ്ങേറുന്നത്. എല്ലാ കഥാപാത്രങ്ങളും വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വീട്ടിൽ ചെന്നവരാരും തന്നെ തിരികെ വന്നിട്ടില്ല, ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതും വളരെ ഗൗരവമുള്ള മറ്റൊരു വിഷയവും ചിത്രത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു. പ്രേരണ എന്ന ആ പെൺകുട്ടി ഘനശ്യാമിന്റെ മകളും ഒരച്ഛൻ മകളെ പീഡിപ്പിക്കുന്ന ദാരുണ ദൃശ്യങ്ങളും ചിത്രത്തിൽ വളരെ വ്യക്തമാണ്. തനിക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കുറെ കരയും, പിന്നെ മരിക്കും എന്ന ആ പെൺകുട്ടിയുടെ ഉത്തരത്തിൽ നിന്നും നമുക്കതിന്റെ മറുവശം ഊഹിക്കാം. സിനിമയുടെ അവസാനമാണ് ആ പെൺകുട്ടിയുടെ പിതാവാണ് ഘനശ്യാം എന്ന കാര്യം നമ്മൾ ഏവരും തിരിച്ചറിയുന്നത്. അവസാനം ആ പെൺകുട്ടിയെ വെറുതെ വിട്ട് ഭീകരമായ അന്തരീക്ഷത്തെ അതിജീവിച്ച് അനുജയും നേഹയും രക്ഷപ്പെടുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിഭയങ്കരമായ വയലൻസും മറ്റു പേടിപ്പെടുന്ന ദൃശ്യങ്ങളും കടന്നു വരുന്നത് കൊണ്ട് താല്പര്യമുള്ളവർ മാത്രം സിനിമ കാണുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഈ റിവ്യൂ ഇവിടെ നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ.